അതബില്ലാത്ത കാലമാണല്ലോ. ആലിമീങ്ങളെ ബഹുമാനിക്കാത്ത കാലമാണ്. സാദാത്തുക്കളെ ബഹുമാനിക്കാത്ത കാലമാണ്. മുതഅല്ലിമിനോട് ആദരവ് കാണിക്കാത്ത കാലമാണ്. നിങ്ങൾ നോക്ക്, അങ്ങനത്തെ കാലമാണ്. അക്കാലഘട്ടത്തിൽ ഇവന്റെ പേക്കോത്തുകൾക്ക് മുമ്പിൽ ഏത് ആലിം ഇരുന്നാലും, ഏത് ആലിം വന്നാലും, അതേ നാട്ടിലെ ഖാദി വന്നാലും, അതേ ഉസ്താദ് വന്നാലും അവനതൊരു പ്രശ്നമല്ലേ അല്ല. എന്തേ കാരണം? അവന് അല്ലാഹുവിൽ നിന്ന് അകന്നു പോയി. മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅഹു. ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെയുണ്ടെങ്കിൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെയുണ്ടെങ്കിൽ അവന്റെ കൂടെ അല്ലാഹുണ്ട്. ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവന്റെ കൂടെ അല്ലാഹു ഉണ്ട്. നിങ്ങൾ നോക്ക, സമാധാനമില്ലല്ലോ. അതേ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ സന്തോഷമില്ല, അതേ കുടുംബത്തിൽ സന്തോഷമില്ല, ഐക്യം തകർന്നു, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. വീടുണ്ടാക്കിയിട്ട് വീട്ടിൽ സന്തോഷമില്ല. എന്തേ കാരണം? വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ എന്റെ ദിക്റിനെ തൊട്ട്, എന്നെ ഓർമ്മിക്കുന്നതിനെ തൊട്ട്, എന്റെ റൂട്ടിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു അവനിക്ക് നൽകപ്പെടും കുടുസായ ജീവിതം നൽകപ്പെടും. കുടുസായ ജീവിതം നൽകപ്പെടും. അവന്റെ വീട്ടിൽ ദാരിദ്ര്യം നൽകപ്പെടും. അവന്റെ കുടുംബത്തിൽ അനൈക്യം നൽകപ്പെടും. അവന്റെ കുടുംബത്തിൽ രോഗങ്ങളെ നൽകപ്പെടും. അവന്റെ മക്കളെ കൊണ്ട് അവനെ പരീക്ഷിക്കപ്പെടും. അവന്റെ ഭാര്യയെ കൊണ്ട് അവനെ പരീക്ഷിക്കപ്പെടും. അവളുടെ ഭർത്താവിനെ കൊണ്ട് അവളെ പരീക്ഷിക്കപ്പെടും. അല്ലാ 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 അല്ലാ. ഖുർആനാണ് പറയുന്നത്, അവന് കൊടുസായ ജീവിതം നൽകപ്പെടും. അവന് കടങ്ങളെ നൽകപ്പെടും. അവൻ ദാരിദ്ര്യത്തെ നൽകപ്പെടും. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്. ഇന്ന് വാട്സപ്പ് കൂട്ടായ്മകൾ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെയാണ്. നേരത്തെ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഒരു കൂട്ടായ്മ, നേരത്തെ അതാ കോളേജിൽ പഠിച്ചവരൊരു കൂട്ടായ്മ. അതിൽ അന്യാണുണ്ട്, അത് അന്യവരുണ്ട്. അതൊന്നും പ്രശ്നമല്ലല്ലോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ എല്ലാറ്റിലും കൂട്ടായ്മയാണ്. എന്നിട്ടോ ആ കൂട്ടായ്മയുടെ പിക്ചർ പ്രൊഫൈൽ പിക്ചറാക്കി വെക്കുന്നു. എന്നിട്ട് എല്ലാവരും കാണുന്നു. അല്ലാ അല്ലാ, ഒരു വിഷയവുമില്ല. അതല്ലേ അല്ല പറഞ്ഞത്, വമൻ അറദ അൻ ദിക്രി, എന്നെ ഓർക്കുന്നതിനെ തൊട്ട്, എന്നെ സ്മരിക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, അതേ ബാങ്ക് കൊടുക്കുമ്പം പള്ളിയിലേക്ക് വരാതെ, നിസ്കരിക്കാൻ വരാതെ, യുവാക്കളെ, രക്ഷിതാക്കളെ, നിങ്ങൾ നോക്ക്, അതേ ബാങ്ക് കൊടുക്കുമ്പോഴും നമ്മുടെ മുറ്റത്താണ്, നമ്മുടെ മക്കള് ഗ്രൗണ്ടിലാണ്, നമ്മുടെ മക്കള് ടെറസിലാണ്. ബാങ്ക് കൊടുക്കുമ്പം നിർത്തിയിട്ട് ആ നിസ്കാരം ഒന്ന് നിർവഹിച്ചിട്ട് കളിച്ചാൽ പോരെ. കളിക്കൽ ഇസ്ലാമെതിരല്ല. അതേ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പണ്ടുള്ള ഉമ്മമാര്, പണ്ടുള്ള വാപ്പമാര് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നേരത്തെ വുളുവെടുത്ത്, ഇന്നത്തെ പോലെ അതേ ക്ലോക്കില്ലാത്ത കാലം, മൊബൈലില്ലാത്ത കാലം, അതേ ഒന്നുമില്ലാത്ത കാലമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഏകദേശം ബാങ്ക് കൊടുക്കാനായി എന്നുള്ള സമയം അറിഞ്ഞു കഴിഞ്ഞാൽ, വാച്ചില്ലാത്ത കാലത്ത് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ വാപ്പമാര്, നമ്മുടെ സഹോദരിമാര് നേരത്തെ വുളുവെടുത്തിട്ട് അതേ നിസ്കാരക്കുപ്പായം ധരിച്ചിട്ട് കയ്യിലെ തസ്ബീഹ് മാലയും പിടിച്ചിട്ട് അതേ അല്ലാഹ് ഹബീബത്താനി റഹ്മാനി സഖീലത്താനി ഫിൽ മീസാനി എന്ന് മുത്തുനബി പഠിപ്പിച്ച ഒരു ദിക്റുണ്ടല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
സുബ്ഹാനല്ലാഹ്. പള്ളികളിൽ നിന്ന് മക്കള് മുതഅല്ലിമീങ്ങൾ ചെല്ലുന്നു. ഉസ്താദ് ആ മുതഅല്ലിമീങ്ങൾക്കിടയിലൂടെ നടക്കുന്നു. ഇന്നത്തെ ദർസല്ല, പണ്ടത്തെ ദർസിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ സുബ്ഹാനല്ലാഹ് എന്തൊരു തഖ്വയാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ്. ഇന്ന് മുതഅല്ലിമീങ്ങളെ പേടിച്ച് ഉസ്താദുമാര് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. അന്ന് ഉസ്താദുമാരെ പേടിച്ച് മുതഅല്ലിമീനെ ശിഷ്യന്മാര് നടന്നിരുന്നു. ശിഷ്യന്മാര് ഉസ്താദുമാരെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് ഉസ്താദുമാര് ശിഷ്യന്മാരെ ബഹുമാനിക്കുന്ന കാലമാണ്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്, ഒന്നും ചോദിക്കാൻ പറ്റാത്ത കാലമാണ്. അതേ മുതഅല്ലിമീങ്ങളോട്, കുട്ടികളോട് ഒന്നും ചോദിക്കാൻ പറ്റാത്ത കാലമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, മഗ്‌രിബിന്റെ മുമ്പ് തന്നെ നമ്മുടെ ഉമ്മമാര് നിസ്കാരക്കുപ്പായം ധരിച്ച് തസ്ബീഹ് മാലയും പിടിച്ച് ചൊല്ലിപ്പോയില്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റങ്ങ് ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്. അതൊരു 10-50 എണ്ണമാകുമ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. ആ തസ്ബീഹ് മാല അവിടെ വെക്കുന്നു. എന്നിട്ട് ബാങ്കിന് ഉത്തരം പറയുന്നു. എന്നിട്ട് അത് ആ ബാങ്കിന്റെ ശേഷമുള്ള ദുആ നടത്തുന്നു. ആ ദുആ കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതുന്നു. നേരെ അതാ നിസ്കരിക്കാൻ നിൽക്കുന്നു. ആ മഗ്‌രിബിന്റെ മുമ്പ് ഇട്ട നിസ്കാരക്കുപ്പായം പിന്നെ ആ ഉമ്മ കഴിക്കലെപ്പളാ? സുബ്ഹാനല്ലാഹ്. എന്റെ വലിയുമ്മ, എന്റെ വലിയുമ്മ, സുബ്ഹാനല്ലാഹ്, ഞാൻ കണ്ടതാണ്. എന്റെ ചെറുപ്പത്തിലൊക്കെ മഗ്‌രിബിന്റെ മുമ്പിട്ട നിസ്കാരക്കുപ്പായം നിസ്കരിച്ചിട്ടല്ലാതെ, അതാത് ചൊല്ലിയിട്ടല്ലാതെ ആ നിസ്കാരക്കുപ്പായം കഴിക്കാറില്ല. കാരണം എന്തേ? ആയിഷ മഗ്‌രിബിന്റെ ഇടയില് അവരുടെ ചുണ്ടുകളിൽ നിന്ന് ദിക്റല്ലാതെ, യാസീനല്ലാതെ, അഅ്ലമുസ്സലാത്തല്ലാതെ, കൻജുൽ അർശല്ലാതെ, നൂറുൽ ഈമാനല്ലാതെ, സലാത്തുൽ അഅ്ലമല്ലാതെ മറ്റൊന്നും വരാറില്ല, മറ്റൊന്നും വരാറില്ല. മൊബൈലില്ലാത്ത കാലഘട്ടം, അതേ ഫേസ്ബുക്ക് ഇല്ലാത്ത കാലഘട്ടം, ഇന്റർനെറ്റ് ഇല്ലാത്ത കാലഘട്ടം. ഇന്നത്തെ പോലെ പത്രങ്ങളോ ചക്രങ്ങളോ ഇല്ലാത്ത കാലഘട്ടം. അതേ റാന്തൽ വെളിച്ചത്തിൽ ഖുർആൻ ഓതിയിരുന്ന ഉമ്മ, മണ്ണെണ്ണ ലൈറ്റിൽ ഖുർആൻ ഓതിയിരുന്ന വാപ്പ, ഓലമേഞ്ഞ വീട്ടിലിരുന്നിട്ട് ദിക്ർ ചൊല്ലിയിരുന്ന വാപ്പ, 10ഉം 15ഉം പേരെ കുട്ടികളും 3ഉം 4ഉം മരുമക്കളും ഒരു വീട്ടിൽ കഴിഞ്ഞപ്പോ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ദാരിദ്ര്യവുമില്ല. അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നിട്ടില്ല, പലിശക്ക് പൈസ വാങ്ങേണ്ടി വന്നിട്ടില്ല, ഒരു ഹോസ്പിറ്റലിലും പോയിട്ട് അതേ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തേ കാരണം? അല്ലാഹു തആല അവരെ ഓർത്തപ്പോൾ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എന്നെ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്നുള്ള പറഞ്ഞില്ലേ? എന്നെ നിങ്ങൾ മറന്നാൽ ഞാൻ നിങ്ങളെ മറക്കുമെന്നല്ലേ അല്ല പറഞ്ഞത്? അല്ലാഹനെ മറന്നു നമ്മളൊക്കെ. സൗകര്യങ്ങളങ്ങ് കൂടി, സുഖങ്ങളങ്ങ് കൂടി. ബാങ്ക് കൊടുക്കുമ്പോഴും മൊബൈലിൽ സംസാരമാണ്, അതേ മൊബൈലിൽ പാട്ട് കേൾക്കുകയാണ്, മൊബൈലിൽ പലതും കാണുകയാണ്, കേൾക്കുകയാണ്. അതെ, അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല, നമുക്കൊരു പ്രശ്നമേ അല്ല.